നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മെക്സബിനെതിരെ NIA പ്രാഥമിക അന്വേഷണം തുടങ്ങി. പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതോടെ ഏതെങ്കിലും ഒരു പൊതുസംഘടനയുടെ ലേബലിൽ അവർ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടർന്നിരുന്നു. മെക്സബൻ എന്ന വ്യായാമ കൂട്ടായ്മയിലേക്ക് തീവ്രവാദികൾ കടന്നുകൂടി എന്ന സംശയമാണ് NIAയ്ക്കിപ്പോൾ. മലബാറിലെ പ്രഭാത എക്സർസൈസ് കൂട്ടായ്മ എന്ന നിലയിലാണ് പെട്ടെന്ന് മെക്സബൻ വളർന്നു പന്തലിച്ചത്. മെക്സബന് പിന്തുണയുമായി കുഞ്ഞാലിക്കുട്ടിയും മുഹമ്മദ് റിയാസുമൊക്കെ മുൻനിരയിൽ പ്രവർത്തിച്ചിരുന്നു എന്ന വിവരമാണിപ്പോൾ പുറത്തുവരുന്നത്. മെക്സബനെ പൂർണ്ണമായും പോപ്പുലർ ഫ്രണ്ട് ഹൈജാക്ക് ചെയ്തുവോ? ഈ സംശയം കേരളത്തിൽ ഇപ്പോൾ ആളിക്കത്തുന്നു. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് പിന്നാലെ മെക്സബൻ പെട്ടെന്ന് മലബാർ മേഖലയിൽ വളർന്നു പന്തലിച്ചു. മലബാർ മേഖലയിൽ മെക്സബൻ പ്രവർത്തനങ്ങൾ വ്യാപകമാകുന്നതിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ടാണ് എന്ന ആരോപണം ഉന്നയിച്ചത് CPM. മെക്സബൻ വാട്സാപ്പ് കൂട്ടായ്മയുടെ അഡ്മിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ടായിരുന്നവരാണ് എന്ന് വ്യക്തമായതായി മോഹനൻ പറയുന്നു. തുടർന്ന് മെക്സബനെതിരെ സമസ്തയുടെ AP വിഭാഗം രംഗത്തെത്തി. മെക്സബന് പിന്നിൽ ചതിയെന്നും അതിൽ സുന്നികൾ പെട്ടുപോകരുതെന്നും സമസ്ത AP വിഭാഗം നേതാവ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞു. മെക്സബന് ചതിയുണ്ടെന്നും വിശ്വാസികൾ പെട്ടുപോകരുതെന്നും AP വിഭാഗം സമസ്ത സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞതോടെ കൂടുതൽ ജാഗ്രതയാണ് സമുദായം മെക്സബന്റെ പേരിൽ ചെലുത്തിയത്. മെക്സബന് പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിയാണ് എന്നവർ തുറന്നടിച്ചു. സുന്നി വിശ്വാസത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. വിശ്വാസികൾ ഇത് തിരിച്ചറിയണമെന്ന് സഖാഫി പറഞ്ഞു. മുസ്ലിം പോക്കറ്റുകളിലാണ് മെക്സബൻ പടർന്നു പന്തലിക്കുന്നത്. ഇതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. മുസ്ലിം വിശ്വാസികൾക്ക് ബാധകമാകുന്ന ചില പ്രയോഗങ്ങളൊക്കെ ഇവർ നടത്തുന്നു. എന്താണ് ഇവരുടെ സമുദായ താല്പര്യമെന്ന് വ്യക്തമാക്കണം. മുമ്പ് കേരളത്തിൽ NDF വന്നത് യുവാക്കളെ കളരി അഭ്യസിപ്പിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംശയങ്ങൾ ശക്തമാകുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നവരോട് വസ്തുത നിരത്തി അവർ മറുപടി പറയുന്നില്ല. മറുപടി പറയാനെത്തുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ മുൻ പോപ്പുലർ ഫ്രണ്ട് ബന്ധമുള്ളവർ. മുഹമ്മദ് അലി കിനാലൂർ ശക്തമായ പ്രതികരണമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത്. മലബാറിൽ വലിയ പ്രചരണം നേടിയ മെക്സബൻ കൂട്ടായ്മയ്ക്കു പിന്നിൽ വലിയ സംശയങ്ങളുണ്ടെന്ന് മുൻ വിദേശകാര്യ സഹമന്ത്രിയും BJP നേതാവുമായ V മുരളീധരൻ തുറന്നടിച്ചു. ജമാഅത്ത് ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾ മെക്സബന് പിന്നിലുണ്ട് എന്ന സംശയം ശക്തമാണ്. സംസ്ഥാന സർക്കാർ ഇക്കാര്യങ്ങളിൽ തികഞ്ഞ ജാഗ്രത പുലർത്തണം. പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘടനകളെ തിരിച്ചറിഞ്ഞു വേണം ആളുകൾ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കാൻ എന്ന് V മുരളീധരൻ പറഞ്ഞു. പ്രഭാത എക്സർസൈസ് കൂട്ടായ്മയുടെ മറവിൽ ഭീകരപ്രവർത്തന പരിശീലനമാണോ നടക്കുന്നത് എന്ന സംശയമാണ് മെക്സബനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. കൂട്ടായ്മയുടെ പിന്നിൽ പോപ്പുലർ ഫ്രണ്ടാണെന്നും ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ ഇവർക്കുണ്ട് എന്നും വെളിപ്പെടുത്തലുകൾ നടത്തിയത് CPM നേതാക്കൾ തന്നെ. CPM നേതാക്കളുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി മെക്സബൻ ഭാരവാഹികൾ തന്നെ രംഗത്തെത്തി. അത് പക്ഷേ മുഹമ്മദ് റിയാസിനെ മുച്ചൂടും മുടിക്കുന്നതാണ്. മെക്സബൻ കൂട്ടായ്മയുടെ കോഴിക്കോട് ചീഫ് കോർഡിനേറ്റർ TPM ഷാഫിർ അലിയാണ് ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തിയത്. മെക്സബൻ പ്രവർത്തനങ്ങൾ ബേപ്പൂർ മണ്ഡലത്തിൽ വ്യാപിപ്പിക്കണമെന്ന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് തങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. ഒഫീഷ്യൽ ലെറ്റർ ഹെഡിലാണ് അദ്ദേഹം ആശംസകൾ അറിയിച്ചത്. കൂട്ടായ്മകളുടെ പല യൂണിറ്റുകളുടെയും ഉദ്ഘാടനം നിർവഹിക്കാൻ താൻ എത്തുമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നു. കോഴിക്കോട് മേയർ ബെയ്ന ഫിലിപ്പും പരിപാടികൾ ഉദ്ഘാടനം ചെയ്തിരുന്നു. കോഴിക്കോട് നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തത് മുൻമന്ത്രി അഹമ്മദ് തേവർകോവിലാണ്. മെക്സബൻ കൂട്ടായ്മയിൽ CPM നേതാക്കളുമുണ്ട് എന്ന് അദ്ദേഹം തുറന്നടിച്ചു. മന്ത്രി മുഹമ്മദ് റിയാസ് അയച്ച കത്തുകളുടെ കോപ്പിയും മേയർ ബീന ഫിലിപ്പ് പങ്കെടുക്കുന്ന പരിപാടികളുടെ ഫോട്ടോകളുമൊക്കെ ഇതിനകം സംഘാടകർ പുറത്തുവിട്ടു. വ്യായാമം നടത്തുന്നവരുടെ കൂട്ടായ്മ CPM സമാന്തരമായി സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നുണ്ടെന്നും അതുകൊണ്ടാകാം ഇതിനെ എതിർക്കുന്നത് എന്നുമാണ് TPM ഷാഫിർ അലി പറയുന്നത്. സൗജന്യ പരിശീലനം എന്ന് പറഞ്ഞ് വാട്സാപ്പ് വഴിയാണ് ഇവർ ആളുകളെ കൂട്ടുന്നത്. മത രാഷ്ട്രവാദികളും തീവ്രവാദികളുമൊക്കെ നടത്തുന്ന പ്രവർത്തനമാണിത്. P മോഹനൻ ഇക്കഴിഞ്ഞ ദിവസം തുറന്നടിച്ചത് കൂടുതൽ രൂക്ഷമായ പ്രതികരണങ്ങളിൽ. എന്നാൽ മെക്സബിനെതിരായ വിമർശനങ്ങളിൽ CPM നിലപാട് പൂർണ്ണമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് മുൻമന്ത്രിയും INL സംസ്ഥാന അധ്യക്ഷനുമായ അഹമ്മദ് ദേവർകോവിൽ രംഗത്തെത്തി. തെറ്റിദ്ധാരണയെ തുടർന്നാണ് CPM ജില്ലാ സെക്രട്ടറി P മോഹനന്റെ പ്രസ്താവന. മെക്സബിനെതിരെ EK സമസ്ത വിഭാഗം നടത്തിയ പ്രസ്താവന മതകാര്യങ്ങൾ മുൻനിർത്തിയാണ്. ഏതെങ്കിലും കൂട്ടായ്മ വ്യായാമ പരിശീലനം നടത്തുന്നതിനെ എതിർക്കേണ്ടതില്ല എന്ന് അഹമ്മദ് തേവർകോവിൽ പറഞ്ഞു. ജാതിമത ചിന്തകൾക്കതീതമാണ് മെക്സബൻ.
ഒരു തെളിവുമില്ലാതെ മെക്സവനെതിരെ പഴി പറയേണ്ടതില്ല. രഹസ്യസ്ഥലത്ത് നടത്തുന്ന പരിപാടികളല്ല മെക്സവൻ്റേത്. താനും ഈ കൂട്ടായ്മയുടെ ഭാഗമാണ് എന്ന് തേവർകോവിൽ പറയുന്നു. വിമുക്ത പഠനം കൊണ്ടോട്ടി സ്വദേശിയുമായ പി സലാഹുദ്ദീനാണ് മെക്സവൻ എന്ന കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്തത്. ആരോഗ്യത്തിലൂടെ സന്തോഷമുള്ള ഒരു ജനതയാണ് കൂട്ടായ്മയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. 2012 ജൂലൈയിൽ ഈ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങി. 2012 ജൂലൈയിൽ കൊണ്ടോട്ടി തുറക്കൽ സ്കൂൾ മൈതാനത്തായിരുന്നു ഈ മെക്സവന്റെ ആദ്യ പരിശീലനം. 10 വർഷത്തിനു ശേഷമാണ് രണ്ടാമത്തെ വ്യായാമ കേന്ദ്രം തുടങ്ങിയത്. ഇപ്പോൾ 1000-ലധികം കേന്ദ്രങ്ങളുണ്ട് മെക്സവന്. ചുരുക്കത്തിൽ 2 വർഷത്തിനുള്ളിൽ 1000-ഓളം പരിശീലന കേന്ദ്രങ്ങളായി മെക്സവൻ രൂപാന്തരപ്പെട്ടു എന്നതാണ് ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ച. പുരുഷന്മാർക്ക് പുറമെ സ്ത്രീകൾക്ക് മാത്രമായി പ്രത്യേക കേന്ദ്രങ്ങളും ഇവർ തുറന്നിട്ടുണ്ട്. പല പ്രായത്തിലുള്ള പുരുഷന്മാരും സ്ത്രീകളും യുവാക്കളും ഉൾപ്പെടെ ഒരുപോലെ വസ്ത്രം ധരിച്ചെത്തി വ്യായാമമുറകൾ ചെയ്യുന്ന ഈ കൂട്ടായ്മ ആരോഗ്യ സംരക്ഷണത്തിനുള്ള ഒരു മികച്ച വഴി എന്ന നിലയ്ക്കാണ് പ്രചരണം നേടിയത്. മൾട്ടി എക്സർസൈസ് അല്ലെങ്കിൽ പലതരത്തിലുള്ള വ്യായാമങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് മെക്സവന്റെ രീതി. 21 മിനിറ്റ് കൊണ്ട് 7 വിഭാഗങ്ങളിലുള്ള 21 തരം വ്യായാമമുറകൾ, യോഗ, എയറോബിക്സ്, ഫിസിയോതെറാപ്പി, മെഡിറ്റേഷൻ, ഫേസ് മസാജ്, അക്യുപ്രഷർ, ഡീപ്പ് ബ്രീത്തിങ് എന്നിവയാണ് 7 കാറ്റഗറികൾ. ഏത് പ്രായത്തിലുള്ളവർക്കും ലളിതമായി ചെയ്യാൻ കഴിയുന്ന വ്യായാമ മുറകളാണ് തങ്ങൾ പരിശീലിപ്പിക്കുന്നത് എന്ന് മെക്സവൻ പറയുന്നു. ഒരു വ്യായാമ കൂട്ടായ്മ മാത്രമാണെങ്കിൽ എന്തിനാണ് മതപരമായ കാര്യങ്ങൾ കൂട്ടായ്മയിൽ ചർച്ച ചെയ്യുന്നത് എന്ന ചോദ്യവുമായി ഇക്കഴിഞ്ഞ ദിവസം കാന്തപുരം സമസ്ത വിഭാഗം രംഗത്തിറങ്ങിയതോടെ അക്ഷരാർത്ഥത്തിൽ മെക്സവൻ ഭാരവാഹികൾ കുഴഞ്ഞു. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ സഹായത്തോടെ ജമാഅത്ത് ഇസ്ലാമി പല സ്ഥലങ്ങളിലും കായികാഭ്യാസം സംഘടിപ്പിക്കുന്നുവെന്നാണ് പി മോഹനൻ പ്രതികരിച്ചത്.